അഞ്ചാംപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണീൻ്റെ ഈസി വേർഷനാണ്. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ചിക്കൻ കുറച്ച് ഐറ്റംസൊക്കെ ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കും. ഒരു 2-3 മണിക്കൂറെങ്കിലും ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം വേണ്ടത് ഉള്ളി. ഇത് സവാള, ഒരു 3 വലിയ സവാള നല്ല ഫൈനായിട്ട് അരിഞ്ഞ് അത് നോർമൽ സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുത്തതാണ്. ആ വറുത്തതിനെ നമ്മളൊന്ന് നല്ല രീതിയിൽ പൊടിക്കുക. മിക്സിയിലൊന്നും വേണ്ട, സാധാരണ മിക്സിയിൽ പൊടിക്കാന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിതിലോട്ടിടാം. പിന്നെ വേണ്ടത് 1 കപ്പ് തൈര്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ കട്ടിയായിട്ടുള്ള തൈരിൻ്റെ 1 കപ്പ്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ചതച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിന് ചേർക്കാം. പിന്നെ വേണ്ടത് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ, ഓരോരുത്തരുടെ എരി അനുസരിച്ച്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തോട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവനുസരിച്ചിട്ട് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത്, ഇതിപ്പം ഷാജീരകമാണ്, സാജീരകം എന്ന് പറയും. സാജീരകം 2 ടീസ്പൂൺ, ഒരു ചെറിയ പട്ട, 4 ഏലക്ക. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട്, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിനെ പൊടിച്ചെടുത്ത മസാലയാണ്. വേറെ മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ 3 കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി വേണ്ടത് നേരത്തെ നമ്മൾ ഉള്ളി വറുക്കാൻ ഉപയോഗിച്ച എണ്ണ, അതൊരു 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് പുതിന ലീവ്സാണ്. പുതിനയില ഒരു കൈപ്പിടിയിൽ. ഇനി ചെയ്യാനുള്ളത്, ഈ മസാല നല്ല രീതിയിൽ ഇതിന് യോജിപ്പിക്കുക. ഈ ചിക്കനിലോട്ട് ഇത്രയും മസാല നല്ല രീതിയിൽ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ നല്ല പോലെ നമുക്ക് യോജിപ്പിക്കാം. ഈ മസാല ഒരു 3 മണിക്കൂറെങ്കിലും ഓവർനൈറ്റ് ചെയ്ത് വെച്ചിരുന്നാലും അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതാണ്. ഈ ചിക്കൻ മിക്സ് നമ്മളൊരു 2-3 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി റൈസ്. ഇതിപ്പോൾ 2 കപ്പ് അരി നല്ലപോലെ കഴുകി 10 മിനിറ്റ് കുതിരാനായിട്ട് വെച്ചിരുന്നതാണ്. 10-15 മിനിറ്റ് മതി. ഞാൻ കുതിർന്നിട്ട് അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. അരി വേവിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയാണ്, അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കനാണിത്. ഇത് നമുക്കൊരു പാത്രത്തിൽ മൂടി വെച്ച് ഒരു അരമണിക്കൂർ, നോർമലി ചിക്കൻ വേകാൻ എത്ര സമയം എടുക്കുമോ അത്രയും സമയം നമ്മളിതിനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഒരു പാത്രത്തിൽ വേവിക്കാൻ വയ്ക്കുവാണ്. 20 മുതൽ 30 മിനിറ്റ്, ഓരോ ചിക്കൻ്റെ വേഗം അനുസരിച്ചിട്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് തനിയെ തന്നെ ചെറുതീയിൽ വെച്ച് വേവിക്കുക. അരി വേകാനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ വെള്ളത്തിന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായ ഒരു തിള വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കൂടുതൽ ഉപ്പിടുക. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ചെറിയ പട്ട, 4 ഗ്രാമ്പൂ, ഒരു 4 ഏലക്കായ, ഒരു ചെറിയ ബേ ലീഫ് ഉണ്ടത്. ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി ഇത് നല്ല തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ല തിള വരുമ്പോഴത്തേനും ബാക്കി റൈസ് നമുക്ക് ഇടാം. ഇതൊന്ന് ചിക്കനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ചിക്കൻ്റെ വെള്ളം തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് വേകുന്നത് വരെ നമുക്ക് നോക്കാം. വെള്ളം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ടേസ്റ്റ്, അതിൻ്റെ ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഉപ്പ് ഒരു പൊടിക്ക് കൂടുതലായിരിക്കണം. പൊടിക്ക് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരി പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു സ്ട്രെയിനറിലൂടെ സ്ട്രെയിൻ ചെയ്തിട്ട്
നമുക്കിനി ചിക്കൻ ഫുള്ള് നല്ലപോലെ വെന്തു, മസാലയൊക്കെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, നമ്മുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ബിരിയാണി നമുക്ക് എടുത്തിനി ദം ചെയ്തെടുക്കണം. അപ്പോൾ ദം ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതിലിപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു പാത്രമാണിത്, ഒരു വലിയ പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മസാല, ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച റൈസാണ്, എന്നിട്ടില്ല കറക്റ്റ് പാകത്തിനാണ്. ഈ റൈസും കൂടെ നമ്മൾ ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട പട്ട, ബേ ലീഫ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത്, നോർമലി ഹൈദരാബാദി ബിരിയാണിക്ക് സാഫ്രൺ ചേർക്കും, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ സാഫ്രൺ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് പാലിൻ്റെ അകത്ത് ഒരു 1/2 സ്പൂണ്, 1/4 മുതൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും, ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടും പിന്നെ ആ ഒരു ഫ്ലേവറും ഇത് ചെയ്യാൻ. ആക്ച്വലി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സാഫ്രൺ ആയിരിക്കും ബെറ്റർ. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പുതിന ലീവ്സ് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. വേറെ നമ്മൾ കിസ്മിസ്, റൈസൻസും നട്ട്സും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ദം ചെയ്തെടുക്കണം. ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അപ്പം ഇത് കുറച്ച് ഒരു വലിയ പാത്രമാണ്. അപ്പോൾ ഇതിന് നമ്മൾ നോർമലി സാധാരണഗതിയിൽ ചെയ്യുമ്പോഴത്തേനും നമ്മൾ മാവൊക്കെ ഒട്ടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. അതിൻ്റെ പുറത്തോട്ട് നമ്മളിതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ലിഡ്, അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇതിനൊന്ന് ദം ചെയ്തെടുക്കാം. വളരെ ക്ലോസ് ആയിട്ടുള്ള ലിഡ് കൊണ്ട് നമ്മളിതിനെ കവർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇതിനെ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറിൽ ഏറ്റവും ലോ ആയിട്ട് കത്തുന്നത്, ചെറു തീയിൽ കത്തുന്ന ചെറിയ ബർണർ ഏതുണ്ടോ അതിൽ നമുക്ക് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു ദോശത്തവയാണ്. അപ്പോൾ എൻ്റെ ഇതൊരു കാസ്റ്റ് അയൺ ആണ്. നമ്മൾ ഉപയോഗിക്കാത്ത ദോശത്തവയായിരുന്നാലും കുഴപ്പമില്ല, ഏതായിരുന്നാലും മതി. ഇതിപ്പോൾ ഒരു കാസ്റ്റ് അയൺ ആണ്, അപ്പോൾ കുറച്ച് കൂടുതൽ ചൂട് തന്നെ നിൽക്കും. ഇതിനാദ്യം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിനൊന്ന് ചൂടാക്കുക. അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ ബിരിയാണിയുടെ പോട്ട്, ബിരിയാണി പാത്രം, നമ്മൾ ദം ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം വയ്ക്കുക. എന്നിട്ട് അതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 to 12 മിനിറ്റ്സ് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ദം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലോട്ടാക്കാം. എന്നിട്ട് നമ്മുടെ ബിരിയാണി പോട്ടെടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്കൊരു 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്കിതിനെ ദം ചെയ്ത് 10 മിനിറ്റ് ദം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കൊടുക്കുക. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിനെ ഓരോ പോർഷനായിട്ട് നമ്മൾ റൈസ് എടുക്കുക, പിന്നെ കുറച്ച് ചിക്കൻ എടുക്കുക, അങ്ങനെയായിരിക്കണം സെർവ് ചെയ്യേണ്ടത്. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാതെ ആദ്യം കുറച്ച് റൈസിൻ്റെ പോർഷൻ എടുക്കുക, പിന്നെ ചിക്കൻ എടുക്കുക, അങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.